കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം, ക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അപ്പോസ്തലന്മാരൊന്നും ഒരിക്കലും അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് ഒരിടത്തും പ്രാർത്ഥിക്കില്ല. ക്രിസ്തു നമ്മളിൽ വന്നതോടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ. അവർ ജയിലിൽ കിടന്നെഴുതുമ്പോഴും പ്രതിസന്ധിക്കകത്ത് കിടന്നെഴുതുമ്പോഴും അവരെഴുതിയത് അനുഗ്രഹിക്കണേ വിടുവിക്കണേ എന്നല്ല, നമ്മൾ വിടുവിക്കപ്പെട്ടവർ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം ക്രിസ്തു നമ്മളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പം പ്രതിസന്ധികളിലായിരിക്കും പോകുന്നത്, നമ്മൾ ചിലപ്പോൾ പല പ്രയാസങ്ങൾ കാണും. പക്ഷെ അവിടെയും കർത്താവ് നമ്മളെ ഓരോരുത്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് മാത്രമല്ല, നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമ്മൾ മുഖേന കവിഞ്ഞ് ഒഴുകണമെന്ന് ലോകമെങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹമെന്ന്. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം തങ്കു ബ്രദർ അഹമ്മദ് നഗറിൽ ചെയ്ത പകൽ മീറ്റിങ്ങിലെ ഒരു പ്രസംഗം കൂടെ നമുക്കതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ്, ആ പ്രസംഗം കൂടെ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പ് അഹമ്മദ് നഗറിലെ മീറ്റിങ്ങുകൾ നമ്മൾ കേട്ടതെങ്കിലും ഈ ഒരു സന്ദേശം നമ്മൾ കേൾക്കാത്തതുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് കേൾക്കാം. കൂടാതെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കൊല്ലം ചവറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിംഗ് മറക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കേട്ടു, ഒരു കുടുംബം ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുമ്പോൾ, വിഷവുമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രോഗ്രാം രാത്രിയിൽ കണ്ടത്. ആ ഒറ്റ പ്രോഗ്രാം കണ്ടത് അവരുടെ തീരുമാനത്തെ മാറ്റി. അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്റ്റാഫാണ്, വലിയ കടബാധ്യത, തകർച്ചയിലിരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് കേട്ട വചനം, കർത്താവ് നിന്നെ വിടുവിക്കും, യേശു ജീവനോടെ ഉണ്ട്. താനതുവരെ യേശുവിനെ ഒരു കഥയായ കണ്ടുള്ളൂ. പക്ഷേ ഇന്നും വിളിച്ചാൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് ആ മകൻ തിരിച്ചറിഞ്ഞു. ഇന്ന് ആ കുടുംബം വിടുതലായി. നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള സ്വർഗീയ വിരുന്നിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുമ്പിൽ നിന്നുകൊണ്ട് ആ മകൻ നിൽക്കുമ്പോൾ ഈ TV പ്രോഗ്രാം എത്ര പേരിലേക്കാണ് കവിഞ്ഞൊഴുകി ചെല്ലുന്നതല്ലേ. ഇന്ന് ആ മകൻ പറയുന്നത്, ഞാൻ TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുക, ഞാൻ അനേകർക്ക് അനുഗ്രഹമാകുക, എനിക്ക് കിട്ടിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. സോ ഇന്ന് നമ്മൾ വചനം കേൾക്കുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതല, പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത്. നിങ്ങൾ അനേകർക്ക് സമാധാനം കൊടുക്കുന്നവരായി, ആശ്വാസം പകരുന്നവരായി, നിത്യജീവൻ്റെ ഉറപ്പ് കൊടുക്കുന്നവരായി, ക്രിസ്തുവിനെ നൽകുന്നവരായി തീരുവാൻ ഈ പ്രോഗ്രാമുകൾ മുഖേന കർത്താവ് ഇടയാക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക്, അഹമ്മദ് നഗറിൽ തങ്കു ബ്രദർ ചെയ്ത സന്ദേശത്തിലേക്കും ചവറയിൽ നടന്ന അത്ഭുത വിടുതൽ സാക്ഷ്യങ്ങളിലേക്കും നമുക്ക് കടന്നു. നദികളായി കൃപ ഒഴുകിയെത്തുന്നതാ തന്നിറവിനാ കവിഞ്ഞൊഴുകുമീ അനുഗ്രഹം നിറയണം ഈ ഭൂതലം. For we are his workmanship, created in Christ Jesus for good works which he prepared beforehand that we should walk in him. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. He creates അവൻ us. നമ്മെ വീണ്ടും പണിയുന്നു. And a new creation now
is just like God. വീണ്ടും ജനിച്ച വ്യക്തി ദൈവത്തെ പോലെയാണ്. Ephesians 4 and verse 24, the Bible says, you are created according to God in true righteousness and holiness. എഫേസ്യ ലേഖനം 4:24 പറയുന്നു, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. Just like God, you are holy and righteous. ദൈവത്തെ പോലെ നിങ്ങൾ വിശുദ്ധനും നീതിമാനുമായി തീർന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The same like God. ദൈവത്തെ പോലെയായിരിക്കുന്നു. And that is the inner man. അതാകുന്നു അകത്തെ മനുഷ്യൻ. Hallelujah. ഹല്ലേലൂയ. As powerful, as holy and righteous like God himself. ദൈവത്തെ പോലെ വിശുദ്ധനും നീതിയുള്ളവനുമായി തീർന്നിരിക്കുന്നു. Now, for that, the church has to be rooted in two ways. Number one, അങ്ങനെ ദൈവത്തിന്റെ സഭ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം രണ്ട് കാര്യങ്ങളിൽ. ഒന്നാമത്തേത് word of grace, കൃപയുടെ വചനം, word of righteousness. നീതിയുടെ വചനം. Hallelujah. ഹല്ലേലൂയ. To build you up, it is word of grace. നിങ്ങളെ പണിയുവാൻ കൃപയുടെ വചനം ആവശ്യമാണ്. But word of righteousness gives you the boldness to face anything. എന്നാൽ നീതിയുടെ വചനമോ ഏത് സാഹചര്യത്തിലും നിവർന്നു നിൽക്കുവാൻ, നിങ്ങളെ ധൈര്യത്തോടെ നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കും. Acts chapter 20, the Bible says, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ ദൈവവചനം പറയുന്നു, and here is Paul, who has been in the church of Ephesus. He has spent 3 years as a missionary there. അപ്പോസ്തലനായ പൗലോസ് ഒരു മിഷണറിയായി 3 വർഷത്തോളം എഫെസൂസ് എന്ന സ്ഥലത്തെ And സഭയിലായിരുന്നു. verse 32 he says, 32-ാമത്തെ വചനത്തിൽ താൻ പറയുകയാണ്, and now brethren, I commend you to God and to the word of his grace, which is able to build you up and give you an inheritance, all those who are sanctified. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. The word of grace makes you more valuable, acceptable. All those things come and you are built up in God. നിങ്ങൾ ദൈവത്തിൽ കൃപയുടെ വചനത്താൽ വളർത്തപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ സ്വീകാര്യരായി തീരുകയാണ് സഭയിൽ. You come to the church, you are being a new believer, new creation, and now you are understanding the word and growing. പുതുവിശ്വാസിയായി സഭയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ കൃപയുടെ വചനത്താൽ ദിനം പ്രതി വളർത്തപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. If you are in our church, നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നാൽ, if you come and say, please pray, pastor, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ, one time I will pray. അവർ പറയും, ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കും. I will ask you, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളോട് where is ചോദിക്കും, your Jesus? നിങ്ങളുടെ യേശു എന്തിയേ? Is he dead? മരിച്ചുപോയോ? तुम्हारा यीशु कहाँ गया? भाग गया? നിങ്ങളുടെ യേശു എന്തിയേ? ഓടിപ്പോയോ? काहे बार बार मेरे पास आते हो? എന്തുകൊണ്ട് വീണ്ടും വീണ്ടും എന്റെ मेरे അടുക്കൽ अंदर വരുന്നു? वाला यीशु है, तुम्हारा अंदर वाला यीशु. എന്റെ ഉള്ളിലിരിക്കുന്ന യേശു തന്നെയാണ് താങ്കളുടെ ഉള്ളിലിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. First they will become angry, അവർക്ക് ദേഷ്യം വരും, but then they will pray, എന്നിട്ടും അവർ പ്രാർത്ഥിക്കും. and they will come to understand അവർ തിരിച്ചറിയണം, that as the pastor prays, they pray and they also receive the miracle. പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നു, അവരും പ്രാപിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Can you shout and say, I can do all നിങ്ങൾ things? വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. I can do all എനിക്ക് things സകലതും ചെയ്യുവാൻ through സാധിക്കും. Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം. बोलो यीशु मसीह की. Word of grace കൃപയുടെ വചനം is good for അത് starting. തുടങ്ങുവാൻ ഏറെ നല്ലതാണ്. But look at the book of Hebrews. എബ്രായ ലേഖനത്തിൽ And verse 5. 5-ാം അധ്യായം 12-ാമത്തെ By വാക്യം, this time, you ought to be teachers. You need someone to teach you again in the first principles of the oracles of God. You have come to need of milk and not solid food. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. You should become powerful. നിങ്ങൾ ശക്തരായി തീരണം. Verse 13. 13-ാമത്തെ വാക്യം, For everyone who partakes only of milk is unskilled and in the word of righteousness, for he is a baby. 13-ാമത്തെ വാക്യം, പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ല. Solid food belongs to those who are full age, that those by reason use having their senses exercised to discern both good and evil. 14-ാമത്തെ വാക്യം, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി
പ്രായം തിരഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. Now the senses are tuned. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You can discern when someone is speaking whether it is Jesus or not. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് യേശുവിന്റെ ആത്മാവിലാണോ സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ താങ്കൾക്ക് സാധിക്കും. Hallelujah. ഹല്ലേലൂയ. World's biggest prophet can come and speak something you won't believe because you are now trained in your senses, established in the word of righteousness. ലോകത്തിലെ പ്രസിദ്ധനായ ഒരു പ്രവാചകൻ വന്ന് സംസാരിച്ചാലും നിങ്ങൾ വിശ്വാസത്തിൽ തഴക്കം പ്രാപിച്ച് നീതിയുടെ വചനത്തിൽ നിങ്ങൾ അഭ്യാസം പ്രാപിച്ചു കഴിയുമ്പോൾ താൻ പറയുന്നത് ശരിയോ തെറ്റോ തിരിച്ചറിയാൻ സാധിക്കും. Hallelujah. Hallelujah. This is where you have to train yourself having fellowship with Jesus അങ്ങനെ Christ. യേശു ക്രിസ്തുവിനോടുള്ള സഹവാസം മൂലം താങ്കളുടെ ഇന്ദ്രിയങ്ങൾ അഭ്യാസം പ്രാപിച്ചതായി തീരുന്നു. And that is where Jesus said, my sheep hear my voice. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. Hallelujah. ഹല്ലേലൂയ. Even if it is totally dark, if my son calls Papa, I know that's my son. ഊരിട്ടാണെങ്കിലും എന്റെ മകൻ പപ്പ എന്ന് എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചറിയും. Just like Pastor Sunil called me first, Pastor Matthew, I said, who is speaking? പാസ്റ്റർ സുനിൽ എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് എന്നെ വിളിക്കുന്നത്? Today when he says Pastor Matthew, I said, hey, how are you, Pastor Sunil? I know his voice. ഇന്ന് പാസ്റ്റർ സുനിൽ എന്നെ വിളിക്കുമ്പോൾ തന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ ഞാൻ പറയും, സുനിൽ എന്തുണ്ട് വിശേഷങ്ങൾ? That is why continuous fellowship brings the senses to mature. അങ്ങനെ തുടർച്ചയായുള്ള സഹവാസം തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ബലമുള്ളതാക്കി തീർക്കുന്നു. Church should be a fueling station. സഭ എന്നത് ഇന്ധനം നിറയ്ക്കുന്ന ഇടമാണ്. That you usher you to a relationship with Jesus Christ. യേശുക്രിസ്തുവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്ന ഇടമാണ്. Hallelujah. ഹല്ലേലൂയ. You should not be submarine Christian. നിങ്ങൾ ഒരു മുങ്ങിക്കപ്പൽ പോലത്തെ വിശ്വാസിയല്ല. Submarine Christian. മുങ്ങിക്കപ്പൽ വിശ്വാസികൾ Sunday में केवल ऊपर आता है. ഞായറാഴ്ച മാത്രം പൊങ്ങി വരുന്നു. You should not be like that. നിങ്ങൾ അങ്ങനെയാകരുത്. Monday, Tuesday, Wednesday, Thursday, every day you should be walking in fellowship with Jesus Christ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എല്ലാ ദിവസങ്ങളും യേശുവിനോട് കൂടെ And വസിക്കണം. you become so powerful. അങ്ങനെ നിങ്ങൾ ശക്തിയുള്ളവരായി തീരും. Biggest challenge standing in front of you. നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ വെല്ലുവിളി വന്നാലും You will not be shaken. നിങ്ങൾ കുലുങ്ങി പോകുകയില്ല. You will stand in the name of Jesus. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിൽക്കും. And get out of my way. എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോക എന്ന് യേശുവിന്റെ നാമത്തിൽ പറയും. In the name of Jesus, get out. യേശുവിന്റെ നാമത്തിൽ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക. Establish. ഉറപ്പിക്കപ്പെടണം. That is why Paul says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, one thing I have learned. ഞാൻ പഠിച്ചിരിക്കുന്നു. He did not say, I know by faith. No. ഞാൻ വിശ്വാസത്താൽ കണ്ടു എന്നല്ല താൻ പറയുന്നത്. One thing I have learned. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. He is in prison now. താൻ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. In Philippians 4:4 he says rejoice. Again I say rejoice. ഫിലിപ്പ് ലേഖനം 4:4 പറയുകയാണ്, വീണ്ടും വീണ്ടും കർത്താവിൽ In സന്തോഷിപ്പീൻ. the jail he is saying this. താൻ ആ തടവലിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, And then he says be anxious of nothing. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് താൻ പറയുകയാണ്. Because just praise him, glorify him. അവനെ മഹത്വപ്പെടുത്തി അവനെ ആരാധിക്കൂ, അവനെ സ്തുതിക്കൂ. Hallelujah. ഹല്ലേലൂയ. Then he says one താൻ അതിനുശേഷം ഒന്നുകൂടെ പറയുന്നു, in my years I have learned one thing. ഞാൻ ഒരു കാര്യം ഈ നാളുകളിലൂടെ പഠിച്ചെടുത്തിരിക്കുന്നു. What have you learned, Paul? എന്താണ് പൗലോസേ താങ്കൾ പഠിച്ചത്? I have understood one thing. ഞാൻ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു. Not by faith. വിശ്വാസത്താലല്ല. Verse 13. 13-ാമത്തെ വാക്യം, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. I can do all things through Christ who strengthens എന്നെ me. ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ बोलो കഴിയും. यीशु मसीह की never be shaken. ഒരിക്കലും കുലുങ്ങി പോകരുത്. When you are established in the word of righteousness, നീതിയുടെ വചനത്തിൽ നിങ്ങൾ ഉറപ്പ് പ്രാപിക്കണം. by faith and patience, വിശ്വാസത്താലും ക്ഷമയാലും you will understand that every blessing is yours. നിങ്ങൾ തിരിച്ചറിയും സകല അനുഗ്രഹങ്ങളും നിങ്ങളുടേതാണ് എന്ന്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ആ നീതിയുടെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് കൃപയുടെ വചനത്തിൽ നമ്മൾ വളർന്നു വരണം. കർത്താവിൻ്റെ കൃപയാണ് നമ്മുടെ ജയം, നമ്മുടെ കഴിവൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത് അത്ഭുത സാക്ഷ്യങ്ങളാണ്. ചവറ മീറ്റിങ്ങിൽ നടന്ന അത്ഭുതങ്ങൾ. കർത്താവ് അവിടെ 2000 വർഷം മുമ്പ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തു ചെയ്തു? കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നതല്ലേ. അത് തന്നെ സംഭവിച്ചു. കാതുകൾ തുറന്നു, കണ്ണുകൾ തുറന്നു. ഒരു കൊച്ചു മോൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവിന് അത്ഭുത വിടുതൽ ലഭിച്ചു.
ശിശുക്കളുടെയും മൂല കുടിക്കുന്നവരുടെയും വായിൽ കർത്താവ് ബലം നിയമിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. അപ്പോൾ തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബെന്നി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. മാത്രമല്ല കർത്താവിൻ്റെ ദാസൻ ബിനോയ് ബ്രദർ ദുബൈയിലും അബുദാബിയിലും ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് അനുവദിച്ച് കടന്നു പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു വേണം ഞങ്ങളെ എല്ലാം അയക്കാൻ. നിങ്ങളുടെ പ്രാർത്ഥന ആ സൗത്ത് ആഫ്രിക്കയിൽ അനേകർക്ക് വിടുതലാകണം. ദോഹയിലും UAE-യിലും ഒക്കെ വൻ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ തന്നെ തിരികെ വരുമ്പോൾ കർത്താവ് അനുവദിച്ച് തായ്ലൻഡിൽ കൊങ്കണിലും ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. മാത്രമല്ല ഒക്ടോബർ 15 മുതൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുകയാണ്. ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. മാത്രമല്ല ഈ ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് ഒരു വലിയ വിശാലമായ വാതിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വാതിൽ, അനേകരുടെ വിടുതൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. മാത്രമല്ല ദോഹയിലും ദുബൈയിലും അബുദാബിയിലും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവരെ ഈ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളുടെ വിവരങ്ങൾ ഈ സ്ക്രീനിൽ ലഭിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെയുള്ളവരെ അറിയിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് സിസ്റ്റർ കഴിഞ്ഞ 30 വർഷമായി സംസാരിക്കത്തില്ലായിരുന്നു, ചെവിക്ക് കേൾവിയില്ലായിരുന്നു. എന്നാൽ യേശു ഇന്ന് തന്നെ തൊട്ടു സൗഖ്യമായി. എന്താ സംഭവിക്കുന്നത്? യേശു ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു, ഒന്നും മിണ്ടത്തില്ലായിരുന്നു, മോള് ഒട്ടും കേൾക്കത്തില്ലായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ മോക്ക് കേൾവി കിട്ടി. കേൾവി കിട്ടി. അമ്മ ചെക്ക് ചെയ്തോ? സംസാരിക്കാൻ ചെയ്യും. എന്തോ സംസാരിക്കാൻ ചെയ്തു. ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ഇല്ല ചൊവ്വേ പേര് പറയത്തില്ലായിരുന്നു. ഇപ്പൊ കേക്കാവോ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മുടന്നുള്ളവർ കുരിശുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മുടന്നുള്ളവർ കുരിശുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഈ സോരയുടെ അമ്മയ്ക്ക് കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാത്തന്നൂർ നടന്ന മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് പൂർണ്ണ സൗഖ്യം. ബ്ലഡ് തുപ്പുമായിരുന്നു, ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതേണൊക്കെ ചൊള്ളൽ പോലെ വായിലെല്ലാം ഉണ്ടായിരുന്നു. സഹോദരി ബ്ലഡ് തുപ്പുമായിരുന്നു. എത്ര നാള്? 28ാമത്തെ വയസ്സിൽ തുടങ്ങിയത്. അത് മാറി. ഇപ്പൊ 58 വയസ്സുണ്ട് എനിക്ക്. തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു. അത് മാറി. മോക്കിപ്പം ചെവിയും കേട്ടു, സംസാരിക്കും. ഇപ്പൊ കേക്കാം. സംസാരം ഇനിയും ക്ലിയർ ആയിക്കോളും. ഹല്ലേലൂയാ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മുടന്നുള്ളവർ കുരിശുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മുടന്നുള്ളവർ കുരിശുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. ഈ സഹോദരൻ 2011 ജനുവരിയിൽ ഒരു ആക്സിഡന്റ് വന്ന് അദ്ദേഹത്തിന്റെ വലത്തെ കാലിന് കമ്പി കിടക്കുക. ആ കാലിന് ഇപ്പോഴും വേദനയോടെ മീറ്റിങ്ങിന് വന്നത്. പക്ഷേ കമ്പിയുണ്ട്. ഇന്നെന്താ സംഭവിച്ചത്? വേദന മാറി. മറ്റേ എപ്പോഴും വേദനയായിരുന്നു. ഇപ്പൊ വേദന മാറി, പൂർണ്ണമായി മാറി. എന്നാ കമ്പി ഇട്ടിട്ട് എത്ര? ജനുവരി 2011 ജനുവരി 18-ാം തീയതി. 3 കൊല്ലമായിട്ട് കമ്പി കിടക്കുക. എപ്പോഴും വേദനയായിരുന്നു. എപ്പോഴും വേദന. ഇപ്പം ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. തന്നെത്താനെയാ പ്രാർത്ഥിച്ചു. മോനാ പ്രാർത്ഥിച്ചത്. മോൻ പ്രാർത്ഥിച്ചു. മോൻ എന്ത്? ആഹാ, മോനിഞ്ഞ് വന്നേ. ഓ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ബലം നിയമിക്കും. മോനാണോ പ്രാർത്ഥിച്ചത്? മോൻ എന്ത് ചെയ്തു?
അച്ഛൻ്റെ കാലേ തൊട്ട് പ്രാർത്ഥിച്ചു. അച്ഛന് വേദന കുറവുണ്ട്. വേദന കുറവുണ്ട്. ഇപ്പൊ വേദനയില്ല. എങ്ങനെയുണ്ട്? കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ സഹോദരിയുടെ 2 കണ്ണിനും കാഴ്ച കുറഞ്ഞു വരികയായിരുന്നു. വലിയൊരു മങ്ങലാണ് കണ്ടുകൊണ്ടിരുന്നത്. ആരെയും വ്യക്തമായിട്ട് കാണത്തില്ലായിരുന്നു. ബൈബിൾ പോലും വായിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഞാൻ നല്ലതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഇവിടെ വന്നു എൻ്റെ മകളും ഞാനിവിടെ ചേർന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ബൈബിൾ വായിക്കാൻ നല്ലപോലെ കാഴ്ച കിട്ടി. സഹോദരി പറഞ്ഞത് ആരോ വന്ന സഹോദരിയുടെ 2 കണ്ണയിലും കൈകൊണ്ട് തൊടുന്ന ഒരു അനുഭവം സഹോദരിക്കുണ്ടായി. നല്ലതുപോലെ ഇങ്ങനെ തൊട്ടിങ്ങനെ തഴുകി എന്നെ. അതാരായിരിക്കും? എൻ്റെ യേശു ആയിരിക്കും. ഇനി കേറി വന്നേ സിസ്റ്ററെ, ഇനി കേറി വന്നേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മൂടന്നുള്ളവർ കുതിച്ചുയരും, ഊവരെല്ലാം സ്തുതി മുഴക്കും. മൂടന്നുള്ളവർ 4 മാസത്തോളമായി എൻ്റെ കണ്ണിന് നല്ല മങ്ങലായിരുന്നു. ഞാൻ അധ്യാപികയാണ്. എനിക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ പോലും എഴുതാൻ പറ്റത്തില്ല. മുന്നിലൊരു മങ്ങല, ദൂരെ നിന്ന് പോലും വ്യക്തികളെ കാണാൻ പറ്റത്തില്ല. ഇവിടെ TV പ്രോഗ്രാം കാണാൻ പോലും എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്നും സന്ധ്യയ്ക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഈ കണ്ണിന് മങ്ങൽ മാറി എൻ്റെ തിരിച്ച് കാഴ്ച കിട്ടണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ ആരോ വന്നിങ്ങനെ തൊട്ട് തഴുകി എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അതിന് 1000 നന്ദി പറഞ്ഞാലും അറിയിക്കാൻ പറ്റത്തില്ല എന്നെ എൻ്റെ കുടുംബത്തിൽ. അത് കഴിഞ്ഞ് ബൈബിൾ വായിച്ചു നോക്കിയോ? ബൈബിൾ ഇപ്പം വായിച്ചു. നല്ലതുപോലെ വായിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. വ്യക്തമായി എനിക്ക് നല്ലതുപോലെ ഈ ചെറിയ അക്ഷരങ്ങൾ കാണാം. അതെൻ്റെ യേശുവാണ് ഇതെനിക്ക് മാറ്റി തന്നത്. ടീച്ചറാണോ? ടീച്ചറാണ് ഞാൻ. ഏത് സ്കൂളിലാണ്? പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്, കടപ്പാക്കട. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആരാ സിസ്റ്ററിന്റെ കൂടെ ആരാ പ്രാർത്ഥിച്ചത്? എൻ്റെ മകള്. മകളെന്തിയെ? മകളൊന്ന് എഴുന്നേറ്റ് കൈവീശി കാണിച്ച്. മകളോട് ഞാൻ വന്നേ. മകളും കരയുന്നുണ്ടല്ലോ. മാറാത്തവൻ യേശു, മാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറാത്തവൻ യേശു, മാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. അമ്മയ്ക്ക് എപ്പോഴും അസുഖമാണ്. കണ്ണിനായിട്ട് കാണാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. എഴുതി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ചിലപ്പോൾ അനിയന്മാരായിരിക്കും. ഇപ്പം നല്ലതുപോലെ കാണാം. മോളോടെ കൂടിയാണോ പ്രാർത്ഥിച്ചത്? അതെ അതെ. അതിനാ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം? എൻ്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരാൾ വന്ന് ഇങ്ങനെ തൊടുന്ന അനുഭവം ഉണ്ടായോ? 2 കണ്ണിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തഴുകി എന്നെ. സൗഖ്യമാക്കും കരങ്ങൾ എന്നരികെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ കരങ്ങൾ എന്നരികിൽ ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുത വിടുതലുകളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് കർത്താവ് കൊടുത്തത്. കർത്താവായ യേശു എന്ത് കൃപാലുവാണ്. ഇത് ശുശ്രൂഷിക്കുന്ന ആരുടെയും മിടുക്കൊണ്ടല്ല. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തങ്കു ബ്രദറോ ഞാനോ അല്ല. വിശ്വസിക്കുന്ന ആര് കൈവച്ചാലും വിടുതലാന്ന് കർത്താവ് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ കൂടിയവർ കൈവച്ചു, കർത്താവ് വരെ വിടുവിച്ചു. ഇതെല്ലാം തെളിയിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ആരുടെയും വലിപ്പമല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. താൻ കരുണയുള്ളവനാ. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരെയും കർത്താവ് കൈവിടത്തില്ല. എനിക്ക് ഒരു വിടുതൽ കിട്ടുമോ? എൻ്റെ കാര്യം കർത്താവ് കാണുന്നില്ലേ? ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ച് ഇത് കേട്ടോണ്ടിരിക്കുന്ന സഹോദര സഹോദരി, കർത്താവ് അത്ഭുതകരമായി വിടുവിക്കും. ആ ആത്മഹത്യയുടെ ആവശ്യമില്ല. നാട് വിട്ടോടേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തിന് കർത്താവ് വിടുവിക്കും. ഇന്നും കുരുട്ട് കണ്ണുകളെ കർത്താവ് തുറക്കും നമ്മൾ കണ്ടു. കാതുകളെ തുറക്കും നമ്മൾ കണ്ടു. ഒരു സമയത്ത് ഞാനും ഈ അത്ഭുതങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ബൈബിളിൽ കാണുന്ന അത്ഭുതങ്ങൾ ഇതുവല്ലതും നടക്കുമോ എന്നൊരു ചിന്തയായിരുന്നു പലപ്പോഴും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല.
വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ കർത്താവാ പറഞ്ഞ് എൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നീ കൈവെക്ക്, അത്ഭുതം നടക്കുമെന്ന്. എന്നിലല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, യേശുവില. ആ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആ കേൾക്കാൻ മേലാത്ത കാതുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലുണ്ടോ, നിങ്ങളുടെ കരം അവിടെ വെച്ചാട്ട്. കുഞ്ഞുങ്ങൾ പോലും പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു വിടുതലാണെന്ന് നമ്മൾ കണ്ടല്ലോ. നിങ്ങളുടെ അമ്മ തളർന്നു കിടക്കുകയാണ്, ആ കുഞ്ഞ് പോയി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ കോഴഞ്ചേരിയിലെ സ്വർഗീയ വിരുന്നിൽ മാനസിക രോഗിയായി വീട്ടിൽ കിടന്ന ഒരു അമ്മയ്ക്ക് വേണ്ടി അന്നത്തെ വചനം കേട്ട് ഒരു മോള് ചെന്ന് പ്രാർത്ഥിച്ച് ആ അമ്മയുടെ മാനസിക രോഗം മാറി ഇന്ന് കോഴഞ്ചേരിയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരിക്കലും ഇതുപോലെ കോഴഞ്ചേരിയിലെ തന്നെ ഒരു ബ്രദർ തൻ്റെ ഭാര്യ തളർന്നു കിടക്കുമ്പോൾ ഭർത്താവെന്ന് മദ്യപിച്ചിരിക്കുക, വചനം കേട്ടു വിശ്വസിച്ചാൽ അത്ഭുതം ചെയ്യും, നിൻ്റെ നന്മ കൊണ്ടല്ല, നീ ചിലപ്പോൾ പാപിയായിരിക്കും, അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദർ തൻ്റെ കരം നീട്ടി. ആ സഹോദരി ഒരു ടീച്ചറാണ്, നിങ്ങളെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആ ടീച്ചറുടെ മേൽ കൈവച്ചു. തൽക്ഷണം നാളുകളായി തളർന്നു കിടന്ന സഹോദരി അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചെങ്കിൽ ഇന്ന് ആരാ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവിൻ്റെ വിഷയമല്ല, വിശ്വസിക്കണം. യേശു അവിടെയുണ്ട്. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ മക്കൾ കരങ്ങൾ വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്തും അത്ഭുത വിടുതലാകട്ടെ. സ്വന്തം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ വിടുതലാകട്ടെ. അതുപോലെ ഭവനത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദൂരെയുള്ളവർക്ക് വേണ്ടി, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സ്വദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി വിദേശത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും നടക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്നു. ബ്ലീഡിങ്ങുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകും. വയറ്റിനകത്ത് വലിയ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് വയറ്റിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലാകട്ടെ. വലിയ സാമ്പത്തിക പ്രശ്നമായി നാട് വിട്ടു പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തി നാട് വിട്ടു പോകത്തില്ലെന്ന് മാത്രമല്ല, ദേശത്ത് തന്നെ കർത്താവ് നിന്നെ അത്ഭുതമാക്കാൻ പോകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭാരപ്പെടുന്നവർക്ക് വേണ്ടി. അപ്പാ, അതിവേദനയോടെ തളർന്നു കിടക്കുന്ന മാതാപിതാക്കളുടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പനോ അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കർത്താവെ, അതിവേദനയിൽ എന്നെ കേൾക്കുന്ന അനാഥർ, വിധവമാർ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മനം തകർന്നവരെ വിടുവിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ വിടുവിക്കണമേ. അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം തൊട്ട് കുടുംബങ്ങളെ വിടുവിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം കൊണ്ടും തകർന്ന വ്യക്തിയായിരിക്കും, ആരുമില്ലായിരിക്കും. പക്ഷേ യേശുവുണ്ട്. എനിക്ക് ആരുമില്ലേ, തകർന്നേ എന്ന് പറഞ്ഞല്ല നടക്കണ്ടേ. യേശു എൻ്റെ അകത്തുള്ളതുകൊണ്ട് എനിക്ക് ജയമാണ്. പുതിയ ദിവസത്തെ ഞാൻ നേരിടും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളായിരിക്കും. യേശു നിങ്ങളുടെ കൂടെ ഇരുന്ന് കൂട്ടുകാരിൽ പരമായി നിങ്ങളെ അനുഗ്രഹിച്ച് അത്ഭുതമായി നടത്തും. പ്രാർത്ഥിച്ച എല്ലാ രോഗവിഷയങ്ങളിലും കർത്താവ് വിടുതൽ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 24 മണിക്കൂർ നമ്മുടെ സഹോദരങ്ങൾ പ്രാർത്ഥനാ സെൻറ്ററിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്പറുകളിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. प्रेम का सागर है तू, चांदी का राजकुमार है तू. देखो आते हैं बहते हुए खून की धार, क्रूस से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का
राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम